ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ജന്മഭൂമി ലേഖകൻ അനീഷ് അയിലം. അവതരണം സീന ആന്റണി. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്നാക്കാനുള്ള രാഷ്ട്രപതിയുടെ റെഫറൻസിന് ഐകകണ്ഠേന അംഗീകാരം നൽകുന്നതാണ് 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനത്തിന്റെ അവസാന ദിനത്തിൽ കണ്ടത്. ധനബില്ലിൽ LDF സഭ ബഹിഷ്കരിക്കുന്നതും കണ്ടു. FCRA നിയമഭേദഗതിക്കെതിരെയുള്ള സർക്കാരിന്റെ പ്രമേയത്തെ LDFും UDFും അനുകൂലിച്ചപ്പോൾ BJPയുടെ 2 അംഗങ്ങൾ എതിർത്തു. വൈദ്യുതി മന്ത്രി ചട്ടം 300 അനുസരിച്ച് വൈദ്യുത നിയന്ത്രണം സംബന്ധിച്ച പേപ്പർ മേശപ്പുറത്തുവച്ചു. ധനവിനിയോഗ ബില്ലിന് അംഗീകാരം നൽകിക്കൊണ്ടാണ് സഭ സമാപിച്ചത്. വിഴിഞ്ഞം തുറമുഖത്തിൽ അദാനിയുടെ ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് സർക്കാരിന് മുന്നിൽ ഫയൽ വന്നിട്ടില്ലെന്നും വന്നാൽ പരിശോധിക്കാമെന്നും മുഖ്യമന്ത്രി VD സതീശൻ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. MSCക്ക് അദാനി കരാറിൽ ഷെയർ കൈമാറണമെങ്കിൽ സർക്കാർ അനുമതി വേണം. ഇതിനുള്ള അനുമതി അദാനി നേടിയിട്ടില്ലെന്നും സഭ വ്യക്തമാക്കി. അടിയന്തര പ്രമേയ നോട്ടീസിനും ശ്രദ്ധ ക്ഷണിക്കലിനും 29 സബ്മിഷനുകൾക്കും ശേഷമാണ് രാഷ്ട്രപതിയുടെ റഫറൻസ് പരിഗണനയിലെടുത്തത്. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്നാക്കാനുള്ള കേന്ദ്ര ബിൽ രാഷ്ട്രപതിയുടെ റഫറൻസോടെയാണ് നിയമസഭയിലേക്ക് എത്തിയത്. ഇതിനെ ചരിത്രപരമായ മുഹൂർത്തമെന്നാണ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിശേഷിപ്പിച്ചത്. സ്പീക്കർ രാഷ്ട്രപതിയുടെ സന്ദേശം വായിച്ച് ബില്ലിലെ 10 ഖണ്ഡികയ്ക്ക് അംഗങ്ങളുടെ ഐകകണ്ഠേനയുള്ള സമ്മതം തേടി. എല്ലാ അംഗങ്ങളുടെയും പൂർണ്ണ പിന്തുണയോടെ രാഷ്ട്രപതിയുടെ റഫറൻസ് സഭ അംഗീകരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് കേന്ദ്ര സർക്കാരിന്റെ FCRA നിയമ ഭേദഗതിക്കെതിരെ മുഖ്യമന്ത്രി VD സതീശൻ പ്രമേയം അവതരിപ്പിച്ചത്. സുതാര്യത ഉറപ്പാക്കാനെന്ന പേരിൽ വിദേശ സംഭാവന നിയന്ത്രണ ചട്ടങ്ങളിൽ വരുത്തിയ ഭേദഗതിയും പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ലും സിവിൽ സൊസൈറ്റി സംഘടനകളുടെ സ്വയംഭരണ അവകാശത്തെയും ജനാധിപത്യപരമായ പ്രവർത്തന സ്വാതന്ത്ര്യത്തെയും ഇല്ലാതാക്കുന്നതാണെന്ന് പ്രമേയത്തിൽ പറഞ്ഞു. വിദേശ ഫണ്ടുകൾ കൈമാറുന്നതിനും ബാങ്ക് അക്കൌണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിനും ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങൾ താഴെത്തട്ടിൽ ജനസേവനം നടത്തുന്ന ചെറുകിട കൂട്ടായ്മകളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചിരിക്കുന്നു. നിയമവിരുദ്ധമായ ഫണ്ടിങ്ങുകൾ തടയപ്പെടേണ്ടതാണെന്ന കാര്യത്തിൽ തർക്കമില്ലെങ്കിലും സുതാര്യമായി പ്രവർത്തിക്കുന്ന കാരുണ്യ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം പോലും പ്രായോഗികമായി അസാധ്യമാക്കുന്ന രീതിയിലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരം കർശനമായ ഭേദഗതികൾ വഴി കോടിക്കണക്കിന് രൂപയുടെ വിദേശ സഹായമാണ് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്താതിരിക്കുന്നത്. ഇത് സംസ്ഥാനത്തിന്റെ സാമൂഹിക വികസന സൂചികകളെ പോലും ദോഷകരമായി ബാധിക്കുന്നതാണെന്നും മതപരിവർത്തന ശ്രമങ്ങൾ എന്ന വ്യക്തമായി നിർവചിക്കപ്പെടാത്ത പ്രയോഗം ചട്ടഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സന്നദ്ധ സംഘടനകളുടെ ലൈസൻസ് റദ്ദാക്കുവാൻ വ്യാപകമായ ദുരുപയോഗം ചെയ്യപ്പെടാവുന്നതാണെന്നും അതിനാൽ ബിൽ പിൻവലിക്കണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. CPI അംഗം P. പ്രസാദും BJP അംഗം V. മുരളീധരനും 3 വീതം ഭേദഗതികൾ അവതരിപ്പിച്ചു. പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളിൽ ഭേദഗതി നിർദ്ദേശിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അവകാശമില്ലെന്നും ഈ പ്രമേയം ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും V. മുരളീധരൻ പറഞ്ഞു. P. പ്രസാദിന്റെ ഒരു ഭേദഗതി അംഗീകരിച്ച മുഖ്യമന്ത്രി V. മുരളീധരന്റെ ഭേദഗതി പ്രമേയത്തിന് എതിരാണെന്ന് ചൂണ്ടിക്കാട്ടി തള്ളിക്കളഞ്ഞു. BJP നിയമസഭാ കക്ഷി നേതാവ് BB ഗോപകുമാർ ആവശ്യപ്പെട്ടതനുസരിച്ച് പ്രമേയം വോട്ടിനിട്ടു. വോട്ടെടുപ്പിൽ 111 പേർ പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ BJPയുടെ BB ഗോപകുമാറും V. മുരളീധരനും പ്രമേയത്തെ എതിർത്തു. 111 പേരുടെ അംഗീകാരത്തോടെ പ്രമേയം പാസായതായി സ്പീക്കർ റൂളിംഗ് നടത്തി. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏർപ്പെടുത്തിയ വൈദ്യുതി നിയന്ത്രണത്തെക്കുറിച്ച് മന്ത്രി സണ്ണി ജോസഫ് ചട്ടം 300 അനുസരിച്ചുള്ള പ്രസ്താവന മേശപ്പുറത്തുവച്ചു. സംസ്ഥാനത്ത് ജൂൺ 1 തന്നെ മൺസൂൺ എത്തിയെങ്കിലും വേണ്ടത്ര ശക്തി പ്രാപിക്കാത്തതിനാൽ അന്തരീക്ഷ താപനില കാര്യമായി കുറഞ്ഞിട്ടില്ലെന്നും പ്രതിദിനം ശരാശരി 4100 മെഗാവാട്ടിന്റെ ആവശ്യകതയാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും 4900 മെഗാവാട്ട് വരെ ഉയരുന്ന സ്ഥിതിയുണ്ടെന്നും വൈദ്യുതി മന്ത്രി പറഞ്ഞു. ആഭ്യന്തര ഉൽപാദനമായ 1700 മെഗാവാട്ടും കേന്ദ്ര നിലയങ്ങളിൽ നിന്നുള്ള 1701 മെഗാവാട്ടും ദീർഘകാല കരാറുകളിൽ നിന്നുള്ള 612 മെഗാവാട്ടും പൂർണ്ണ തോതിൽ ലഭിക്കുമ്പോഴും മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ ഏതാണ്ട് 900 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവ് നിലവിലുണ്ട്. ഈ വർഷം വേനൽക്കാലത്തെ വൈദ്യുതി ഉപയോഗം നേരിടുന്നതിനായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വൈദ്യുതി കടം വാങ്ങിയിരുന്നു. ജൂൺ 16 മുതൽ തിരികെ നൽകാമെന്ന കരാറിലാണ് മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ഈ വൈദ്യുതി വായ്പയായി വാങ്ങിയത്. പ്രതിദിനം 6.58 മില്യൺ യൂണിറ്റ് സ്വാപ്പ് റിട്ടേണായി തിരികെ നൽകണം. ഇത് സെപ്റ്റംബർ വരെയുണ്ട്. നിലവിൽ ജലസംഭരണ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വളരെ കുറഞ്ഞതിനാൽ ജലസംഭരണം 870 മില്യൺ യൂണിറ്റ് മാത്രമാണ്.
കഴിഞ്ഞ വർഷം ഇതേ സമയം ഇത് 2475 മില്യൺ യൂണിറ്റ് ആയിരുന്നു. ഇപ്പോഴത്തെ കണക്കുകൾ അനുസരിച്ച് സംസ്ഥാനത്തെ പ്രതിദിന ശരാശരി ഉപഭോഗം 88 മുതൽ 90 മില്യൺ യൂണിറ്റാണ്. ഇതിൽ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പ്രതിദിനം 15 മുതൽ 16 മില്യൺ യൂണിറ്റ് മാത്രമാണ്. പുറമേ നിന്നും ഏകദേശം 74 മുതൽ 75 മില്യൺ യൂണിറ്റ് വൈദ്യുതി വാങ്ങേണ്ടി വരുന്നു. അങ്ങനെ സംസ്ഥാനത്തിന്റെ പ്രതിദിന വൈദ്യുതി ആവശ്യകതയുടെ ഏകദേശം 82 മുതൽ 83% വരെ പുറമേ നിന്നും വാങ്ങുന്നുവെന്നും വൈദ്യുതി മന്ത്രി പറഞ്ഞു. പീക്ക് സമയത്തെ ആവശ്യകത നേരിടുന്നത് ഉയർന്ന വിലയ്ക്ക് പുറമേ നിന്ന് വൈദ്യുതി വാങ്ങിയാണ്. പകൽ സമയത്ത് സോളാറിൽ നിന്നും മറ്റും വൈദ്യുതി ലഭ്യമാകുന്നതിനാൽ വളരെ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി കിട്ടുമെങ്കിലും പീക്ക് സമയങ്ങളിൽ യൂണിറ്റിന് 10 രൂപ വരെ നൽകേണ്ടി വരുന്നു. ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദന ശേഷി കാര്യമായി വർദ്ധിപ്പിക്കുന്നതും ലാഭകരമായ ദീർഘകാല കരാറുകളിൽ ഏർപ്പെടുന്നതുമാണ് ഇതിനുള്ള പരിഹാരം. നിലവിലുള്ള ജലവൈദ്യുത പദ്ധതികളുടെ കപ്പാസിറ്റി അഡിഷൻ, എക്സ്റ്റൻഷൻ സംബന്ധിച്ച് പഠനങ്ങളും പംപ്ഡ് സ്റ്റോറേജ് പദ്ധതികളുടെ നടപടികളും നടക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം കൂടുതൽ സമയമെടുക്കുന്നതാണ്. പീക്ക് സമയങ്ങളിലെ ആവശ്യകത നേരിടാൻ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതികൾക്ക് മുൻഗണന നൽകി സമയബന്ധിതമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു. നിലവിലുള്ള 6 പദ്ധതികൾ കമ്മീഷൻ ചെയ്യുന്നതോടെ കപ്പാസിറ്റിയിൽ 500 മെഗാവാട്ട് വർദ്ധിപ്പിക്കാനും എനർജി സംഭരണ ശേഷി വർദ്ധിപ്പിക്കാനും കഴിയും. പീക്ക് സമയങ്ങളിൽ വൈദ്യുതി ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുന്നതിനുള്ള ബോധവൽക്കരണവും ആവശ്യമാണ്. വൈദ്യുതിയുടെ വിതരണം നല്ല നിലയിലാക്കുന്നതിനും പരാതികളും പ്രശ്നങ്ങളും കഴിയുന്നത്ര പരിഹരിക്കുന്നതിനും ശ്രമിച്ചു വരുന്നുവെന്നും വൈദ്യുതി മന്ത്രി പറഞ്ഞു. ഇതിനുശേഷം ധനബിൽ അവതരിപ്പിച്ചതോടെ പ്രതിപക്ഷത്തു നിന്നും ബാലഗോപാൽ ക്രമപ്രശ്നം ഉന്നയിച്ചു. ധനബിൽ സബ്ജക്ട് കമ്മിറ്റിയിൽ എത്താതെ നേരിട്ട് സഭയിലെത്തിച്ചത് ഭരണഘടനാ ലംഘനമാണെന്നും ബില്ലിന് അനുമതി നൽകരുതെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ നിയമസഭാ കാര്യോപദേശക സമിതിയുടെ അനുമതിയോടെയാണ് ബിൽ സഭയിൽ അവതരിപ്പിക്കുന്നതെന്ന മുഖ്യമന്ത്രിയുടെ മറുപടി അംഗീകരിച്ച സ്പീക്കർ ക്രമപ്രശ്നം തള്ളിക്കളഞ്ഞു. ഇതോടെ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി സഭയിലേക്ക് ഒളിച്ചു കടത്തിയതാണെന്നും ഭരണഘടനാ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടി സഭ ബഹിഷ്കരിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു. പിന്നാലെ മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. പ്രതിപക്ഷമില്ലാതെ നടന്ന ചർച്ചയ്ക്കൊടുവിൽ മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി കഴിഞ്ഞ സർക്കാർ വീര്യം കുറഞ്ഞ മദ്യത്തിനായി നടത്തിയ നീക്കങ്ങൾ അക്കമിട്ട് നിരത്തി. ഫയൽ നീക്കം തുടങ്ങിയത് 2ാം പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്ന MV ഗോവിന്ദനാണെന്നും സബ്ജക്ട് കമ്മിറ്റി വരെ ബില്ലെത്തിയെന്നും തിരിച്ചടിച്ചു. UDFും കേരളവും ചർച്ച ചെയ്ത് മാത്രമാകും വീര്യം കുറഞ്ഞ മദ്യവിൽപ്പനയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷം ധനവിനിയോഗ ബിൽ പാസാക്കിക്കൊണ്ട് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് ജന്മഭൂമി ലേഖകൻ അനീഷ് ഐലം.